next topic is unpaid seller. നമ്മൾ നോക്കാൻ പോവാണ് who is an unpaid seller and what are the rights of an unpaid seller. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. കാരണം എസ്സേക്കായിട്ട് ഈ അൺപെയ്ഡ് സെല്ലറുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം ഹൂ ഇസ് എൻ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞു തരാം. സോ സെക്ഷൻ 45 of Sale of Goods Act describes an unpaid seller in the following words. And the definition നോക്കാം. As the seller of goods deemed to be an unpaid seller within the meaning of this act, രണ്ട് കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത്. when the whole of the price has not been paid or tendered, ആ സെല്ലർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, മുഴുവൻ കാശ് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ when a bill of exchange or other negotiable instruments have been received on conditional payment and the condition on which it was received has not been fulfilled by reason of dishonor of instrument or അതർവൈസ്. അല്ലെങ്കിൽ ഒന്നുകിൽ കാശ് മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കാശ് കൊടുക്കുന്നതിന് പകരമായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും, വല്ല പ്രോമിസറി നോട്ട്. പക്ഷെ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ക്രമേണ എന്തായിപ്പോയി, ഡിസോണറായിപ്പോയി. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്തും സെല്ലറിന് കാശ് കിട്ടാണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സെല്ലറിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ അൺപെയ്ഡ് സെല്ലർ ഓർ unpaid vendor means a seller who has not been paid or tendered the whole of the price of the goods sold. Second one, who has received a bill of exchange or negotiable instrument like check as conditional payment but which is subsequently dishonored. മനസ്സിലായല്ലോ. ഹൂ ഇസ് എൻ അൺപെയ്ഡ് വെൻഡർ അല്ലെങ്കിൽ സെല്ലർ എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനേഷൻ എഴുതി വെച്ചോളാം. മനസ്സിലായല്ലോ ആരാണെന്നുള്ളത്. അതായത് നെഗോഷ്യബിൾ, ചിലപ്പം കാശ് മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല സെല്ലറിന്, ബയർ കൊടുക്കാതിരുന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തായിരിക്കുന്ന പറയുന്നത്, വെൻ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ബൈ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഒരു കണ്ടീഷണൽ പേയ്മെൻ്റ് ആയിട്ട്. ബട്ട് സബ്സിക്വൻ്റ്ലി ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഡ്യൂലി ഡിസോണേർഡ്. ഓക്കെ, but thus even when a portion of the price is unpaid, the seller will be an unpaid seller. ഇപ്പോൾ 10,000 രൂപീസിൻ്റെ ഒരു സാധനമാണ് സെല്ലർ വിറ്റത്, അയാൾക്ക് 5,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിലും അൺപെയ്ഡ് സെല്ലർ തന്നെയാണ്. സെല്ലറെ നമ്മളെന്താ പറയുക, അൺപെയ്ഡ് സെല്ലർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ദ അൺപെയ്ഡ് സെല്ലർ ഹാസ് റൈറ്റ്സ്. റൈറ്റ്സ് നോക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള റൈറ്റ് പറയുന്നുണ്ട്. റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് ആൻഡ് റൈറ്റ് അഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോണത് റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ഇപ്പം സെല്ലർ ഗുഡ്സൊക്കെ വിറ്റ് കഴിഞ്ഞ് പക്ഷേ അയാൾക്ക് കാശ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ഗുഡ്സ് ആണ് നോക്കുക, വിറ്റ സാധനത്തിൻ്റെ മുകളിൽ എന്തൊക്കെ റൈറ്റ് ഉണ്ടെന്ന്. അപ്പം വെൻ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫർ ടു ദി ബയർ, ദ അൺപെയ്ഡ് വെൻഡർ ഹാസ് ദ ഫോളോയിങ് റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. 3 റൈറ്റാണ് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ഒന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ലീൻ, സെക്കൻഡ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് റൈറ്റ് ഓഫ് സെയിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ റൈറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി ആണ്. അപ്പം ബയർ പേഴ്സണലി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് നോട്ട് പാസ് ടു ദി ബയർ ആണെങ്കിൽ ഒന്നുകിൽ എന്താക്കാം, വിത്ത് ഹെൽഡ് ദ ഡെലിവറി ആൻഡ് സോ മെനി അതർ റൈറ്റ്സ് ആർ ഓൾസോ ദെയർ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെ റൈറ്റ്സ് ആണെന്നുള്ളത്. അപ്പം ആദ്യം നോക്കാൻ പോണത് റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ഗുഡ്സ് ആണ്. അപ്പം എഗെയിൻസ്റ്റ് ഗുഡ്സ് ദർ ആർ 3 റൈറ്റ്സ്. ഏതൊക്കെയായിരുന്നു? റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് റൈറ്റ് ഓഫ് റീസെയിൽ. ശരിക്കും ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ, മറക്കരുത്. അപ്പോൾ ലീൻ നിങ്ങൾക്കറിയാം. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് അൺടിൽ ഓൾ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ്, അല്ലേ? അപ്പോൾ ഇവിടെ സെല്ലറിനുള്ള റൈറ്റാണ് പറയുന്നത്. ഇഫ് ദി ബയർ ഡസ് നോട്ട് പേ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ്, സെല്ലർ ഹാസ് റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് അൺടിൽ ദ ഹോൾ പ്രൈസ് ഡ്യൂ ടു ഹിം ഇസ് പെയ്ഡ്. ഈ റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺപെയ്ഡ് വെൻഡേഴ്സ് ലീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലീൻ മീൻസ് എ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഓഫ് അനദർ ടിൽ ദ ചാർജസ് ടു ഹിം ആർ പെയ്ഡ്.
അപ്പോൾ ഈ ഒരു കേസിൽ സെല്ലർ, അൺപെയ്ഡ് സെല്ലറിനുള്ള റൈറ്റാണ് സെല്ലർ ഇസ് എൻറ്റൈറ്റിൽ ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഓഫ് ദി ബയർ അൺടിൽ ദ ഹോൾ പ്രൈസ് ഇസ് പെയ്ഡ് ഈവൻ ദോ ദ ഓണർഷിപ്പ് പാസസ് ഫ്രം സെല്ലർ ടു ദി ബയർ. പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഓണർഷിപ്പ് പാസ് ചെയ്യുന്നത് വിഷയമല്ല, ഗുഡ്സ് ഇപ്പം സെല്ലറെ കയ്യിലുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ എന്താ പറയുക, ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള, പൊസഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, മുഴുവൻ എമൗണ്ട് ബയർ അടുത്ത് നിന്ന് കിട്ടുന്നത് വരെ. ഓക്കെ, അപ്പോൾ ദിസ് റൈറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി വെൻ, ഈ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഓൺലി വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ഇൻ പൊസഷൻ ഓഫ് ദി സെല്ലർ ഹിംസെൽഫ്. ഗുഡ്സ് വിറ്റ് ഓണർഷിപ്പൊക്കെ പാസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴും ഗുഡ്സ് ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം, സെല്ലറുടെ കയ്യിൽ, എന്നാലല്ലേ ഉള്ളത് പിടിച്ച് വെക്കാൻ പറ്റുള്ളൂ കാശ് കിട്ടുന്നത് വരെ. ഓക്കെ, മനസ്സിലാക്കുക. ലീൻ ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? സ്പെസിഫിക് ലീൻ, പെർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ സ്പെസിഫിക് ലീൻ എന്ന് പറയാം, ജനറൽ ലീൻ. അപ്പോൾ ഈ 2 ലീൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഫസ്റ്റത്തത് ജനറൽ ലീനാണ്. ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റൈറ്റ് ടു റീറ്റെയിൻ എനി ഗുഡ്സ് ബിലോങ്ങിങ് ടു ദ അനദർ വിച്ച് ആർ ഇൻ ദ പൊസിഷൻ ഓഫ് ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു എക്സസൈസ് ഹിസ് ലീൻ. ഇപ്പോൾ ശരിക്കും സെല്ലർ വിൽക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ്സാണ് വിചാരിക്കുക, അരിയോ അങ്ങനെ എന്തെങ്കിലും ഗുഡ്സാണ് വിറ്റിട്ടാണ് കാശ് കിട്ടാത്തത്. പക്ഷേ ബയർ എന്ത് സാധനം സെല്ലറെ കയ്യിലുണ്ടെങ്കിലും അത് പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ ലീൻ എന്ന് പറയാം. നേരെ മറിച്ച് പെർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി അഗെയിൻസ്റ്റ് ദോസ് പെർട്ടിക്കുലർ ഗുഡ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ദ പ്രൈസ് റിമൈൻസ് അൺപെയ്ഡ്. പെർട്ടിക്കുലർ ലീനിൽ എന്ത് ഗുഡ്സാണോ വിറ്റിട്ട് കാശ് കിട്ടാതെ ആയിട്ടുള്ള ആ ഗുഡ്സ് മാത്രം പിടിച്ചു വെക്കാനുള്ള റൈറ്റേ ഉള്ളൂ. അങ്ങനെയുള്ള ലീനാണ് പെർട്ടിക്കുലർ ലീൻ. അപ്പോൾ ലീന് അൺപെയ്ഡ് സെല്ലർ ഒരു റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സിൽ വരുന്നതാണ് റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ജനറൽ ലീൻ ആൻഡ് പെർട്ടിക്കുലർ ലീൻ. ഓക്കെ, ഇനി പറയുന്നത് കണ്ടീഷൻസ് ദാറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് ബിഫോർ ആൻ അൺപെയ്ഡ് വെൻഡർ ക്യാൻ എക്സസൈസ് റൈറ്റ് ഓഫ് ലീൻ. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നോക്കാം. ഫസ്റ്റ് വൺ, ഓണർഷിപ്പ് മസ്റ്റ് ഹാവ് ബീൻ പാസ് ടു ദി ബയർ. ഒരു കണ്ടീഷൻ അതാ പറയുന്നത്. ഓണർഷിപ്പ് ആർക്ക് പാസ് ചെയ്യണം? ബയറിന് പാസ് ചെയ്യണം. ഓണർഷിപ്പ് പാസ് ചെയ്തിട്ടില്ലേ അത് സെയിൽ ആവില്ലല്ലോ. Then second, there must not be contrary intention expressed in the contract. കോൺട്രാക്റ്റിൽ വേറൊരു ടേമും പറയാൻ പാടില്ല. അതായത് കാശിൻ്റെ ഡേറ്റിന് തരാമെന്നോ 4 മാസം കഴിഞ്ഞിട്ട് തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും ടേംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റിങ്കിൽ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. തേർഡ് വൺ, ദ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ദ പൊസഷൻ ഓഫ് ദി സെല്ലർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്. ദ ലാസ്റ്റ് വൺ, ദ പ്രൈസ് ഓർ പാർട്ട് ഓഫ് ദ പ്രൈസ് മസ്റ്റ് റിമൈൻ അൺപെയ്ഡ്. അതായത് ഈ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ എന്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? പ്രൈസ് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അത് മുഴുവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ദ പ്രൈസ് ഓർ പാർട്ട് ഓഫ് ദ പ്രൈസ് മസ്റ്റ് റിമൈൻ അൺപെയ്ഡ്. ഓക്കെ, ഇനി അൺപെയ്ഡ് സെല്ലർ ലൂസസ് ഇസ് റൈറ്റ് ഓഫ് ലീൻ ഇൻ ദി ഫോളോയിങ് കേസസ് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഈ റൈറ്റ് ഓഫ് ലീൻ എന്നുള്ള ആ ഒരു റൈറ്റ് ഓഫ് ലീൻ എപ്പോഴാണ് നഷ്ടപ്പെടുക? അതായത് ടെർമിനേഷൻ ഓഫ് റൈറ്റ് ഓഫ് ലീൻ ആണ് പറയുന്നത്. ഒന്ന്, ബൈ ഡെലിവറി ടു കാരിയർ. അതായത് വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു എ കാരിയർ ഫോർ ഇറ്റ്സ് ട്രാൻസ്മിഷൻ ടു ദി ബയർ ദ റൈറ്റ് ഓഫ് ലീൻ ഇസ് ലോസ്റ്റ്. കാരിയറിൽ കൊടുത്തയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ പോയല്ലോ. പൊസിഷൻ പോയി കഴിയുന്നതോട് കൂടിയിട്ട് റൈറ്റ് ഓഫ് ലീൻ ഓൾസോ ടെർമിനേറ്റ്സ്. സെക്കൻഡ്, ബൈ ഡെലിവറി ടു ബയർ. വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി ബയർ ഓർ ഹിസ് ഏജൻറ്റ് ദ റൈറ്റ് ഓഫ് ലീൻ ലോസ്റ്റ്. അതായത് ബയറിൻ്റെ കയ്യിൽ പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൗ ദ സെല്ലർ ക്യാൻ എക്സസൈസ് ദാറ്റ് റൈറ്റ് ഓഫ് ലീൻ. ഓക്കെ, ദെൻ ബൈ വേവർ. അതായത് വേർ ദ സെല്ലർ ഹാസ് വേവ്ഡ് ദ റൈറ്റ് ഓഫ് ലീൻ ദ റൈറ്റ് ഓഫ് ലീൻ ഇസ് ടെർമിനേറ്റഡ്. വേവ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. And last one, by tender of price. അതായത് where the buyer tenders price for the goods purchased by him, the seller's right is lost. Right of lien is lost. Okay. ഇനി രണ്ടാമത്തെ ഒരു റൈറ്റ് പറയുന്നത് റൈറ്റ് ഓഫ് എന്താ പറയുക, സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സെല്ലർ ഗുഡ്സ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇറ്റ് ഹാസ് നോട്ട് യെറ്റ് റീച്ച്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ബയർ. അതായത് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ, ഗുഡ്സ് ഓൺ ദ വേ, അതിനെയാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുക. അപ്പം ഈ സെല്ലറിന് ഈ ഒരു റൈറ്റ് ഉണ്ട്, അതായത് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് ഓൺ ദ വേ ഉള്ള ഗുഡ്സ്, അതായത് ബയറെ കയ്യിൽ എത്തുന്നതിന് മുന്നേ വേണമെങ്കിൽ എന്താക്കാം, അത് സ്റ്റോപ്പ് ചെയ്യാം.
ആ ഒരു റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അതായത് വെൻ ഗുഡ്സ് ആർ ഇൻ ദ സെല്ലേഴ്സ് പൊസിഷൻ ഇസ് ഓൾവേസ് എൻറ്റൈറ്റിൽഡ് ടു എക്സസൈസ് ഇസ് ലീൻ. Where the goods have come into the buyer's possession, the right of lien is lost or terminates. Where an unpaid seller has parted with the possession of goods, but the goods have not actually come into the hands of the buyer. അതായത് while goods are in transit, the seller has the right to stop the goods in transit and regain possession എന്നാണ് പറയുന്നത്. ഈ ഒരു റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി വെൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അങ്ങനെ പകുതി വഴിയിൽ അയച്ചിരിക്കുന്ന ഗുഡ്സ്, ഇപ്പം മെയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗുഡ്സ് ആണെങ്കിൽ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? അപ്പോൾ അവിടെ എന്തൊക്കെയോ കണ്ടീഷൻസ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സെല്ലർ മസ്റ്റ് ബി എൻ അൺപെയ്ഡ് സെല്ലർ. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സെല്ലർക്ക് ഇതുവരെ കാശ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ പ്രൈസ് ഇസ് നോട്ട് ഡെലിവേർഡ് അല്ല നോട്ട് പെയ്ഡ് അങ്ങനെയുള്ള സെല്ലർ ആയിരിക്കണം. മനസ്സിലായല്ലോ? സെല്ലർ മസ്റ്റ് ബി എൻ അൺപെയ്ഡ് സെല്ലർ. സെക്കൻഡ്, ദ ബയർ മസ്റ്റ് ഹാവ് ബിക്കം ഇൻസോൾവെൻറ്റ്. അയാൾക്ക് ഇനി കാശ് കൊടുക്കാനേ പറ്റൂല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സെല്ലർ മസ്റ്റ് ഹാവ് പാർട്ടഡ് വിത്ത് ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ട്രാൻസിറ്റ്. ബയറെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഗുഡ്സ് എവിടെ ഉണ്ടായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഇൻ ട്രാൻസിറ്റ് മീൻസ് ഓൺ ദ വേ. ഓക്കെ, ഇനി പറയുന്നത് ഇവിടെ ഡ്യൂറേഷൻ ഓഫ് ട്രാൻസിറ്റ് പറയുന്നുണ്ട്. ഗുഡ്സ് ആർ ഡീംഡ് ടു ബി ട്രാൻസിറ്റ് ഫ്രം ദ ടൈം ദേ ആർ ഡെലിവേർഡ് ടു എ കാരിയർ ഓർ അതർ ബെയിലി ഫോർ ദ പേർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദി ബയർ അൺടിൽ ദ ബയർ ഓർ ഹിസ് ഏജൻറ്റ് ടേക്സ് ഡെലിവറി ദെയർ ഓഫ്. ഇനി ട്രാൻസിറ്റ് എപ്പോഴാണ് കംസ് ടു എൻ എൻഡ് നോക്കുക. ദ ട്രാൻസിറ്റ് കംസ് ടു എൻ എൻഡ് ഇഫ് ദി ബയർ ഓർ ഹിസ് ഏജൻറ്റ് ഒബ്റ്റെയിൻസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ്. Second, if after the arrival of the goods at the appointed destination, the carrier or other bailee acknowledges to the buyer or his agent that he holds them on his behalf. അതായത് ഗുഡ്സ് ഇപ്പം കൊറിയറിലോ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും, അവിടുന്ന് അവർ ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർ ബയറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നിങ്ങളെ ഗുഡ്സിൻ്റെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു പോയാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അതേപോലെ ഇൻ ദ കേസ് ഓഫ് കാരിയർ ഓർ അതർ ബെയിലി റോങ്ഫുള്ളി റെഫ്യൂസസ് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദി ബയർ ഓർ ഹിസ് ഏജൻറ്റ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, ദ ട്രാൻസിറ്റ് കംസ് ടു എൻ എൻഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് തേർഡ് റൈറ്റ് ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ട്രാൻസിറ്റും ക്ലിയർ ആയില്ലേ? ട്രാൻസിറ്റ് എൻഡ്സ് വെൻ ബയർ ടേക്സ് ഡെലിവറി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ബയർ ഓർ ഹിസ് ഏജൻറ്റ് ടേക്സ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബിഫോർ അപ്പോയിൻറ്റഡ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കാരിയർ ഓർ ബെയിലി അപ്പോയിൻറ്റഡ് അറ്റ് അപ്പോയിൻറ്റഡ് ഡെസ്റ്റിനേഷൻ അക്നോളജസ് പൊസഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ കാരിയർ ഓർ ബെയിലി റോങ്ഫുള്ളി റെഫ്യൂസസ് ടു ഡെലിവർ ഗുഡ്സ് ടു ബയർ. ഇനി റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇസ് ലോസ്റ്റ് വെൻ, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ഈ റൈറ്റ് ഓഫ് റീസെയിൽ ഓഫ് അൺപെയ്ഡ് സെല്ലറാണ്. റൈറ്റ് ഓഫ് റീസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഒരു സാധനം വിറ്റിട്ടുണ്ട്, അത് വീണ്ടും വിൽക്കുക. അപ്പം സെല്ലർ ഒരു പ്രാവശ്യം വിറ്റു, പക്ഷേ ബയർ ഇനിയും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ സെല്ലറുടെ കയ്യിൽ ആ ഗുഡ്സ് ഇപ്പോഴും ഉണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, അത് വേറൊരാൾക്ക് വിൽക്കാം എന്നുള്ളതാണ്. അതാണ് റൈറ്റ് ഓഫ് റീസെയിൽ പറയുന്നത്. The unpaid seller who retain possession of goods in exercise of his right of lien or who has resumed possession from the carrier upon insolvency of the buyer can resell the goods. അതായത് ഇങ്ങനെ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്തിരിക്കുന്നത്, അതായത് ഗുഡ്സ് ഇപ്പോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് കാശ് കിട്ടിയിട്ട്, അങ്ങനെയുള്ള ഗുഡ്സ് കയ്യിലുണ്ടെങ്കിലും അതേമാതിരി ഗുഡ്സ് ഓൺ ദ വേ, അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അങ്ങനെയുള്ള ഗുഡ്സ് എടുത്ത് പിടിച്ചിട്ടുള്ള ഗുഡ്സ് ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, റീസെയിൽ നടത്താം. അപ്പോൾ റീസെയിൽ നടത്തുന്ന സമയത്ത് ഇഫ് ഗുഡ്സ് ആർ ഓഫ് പെരിഷബിൾ നേച്ചർ വിത്തൗട്ട് എനി നോട്ടീസ് ടു ദി ബയർ, പെരിഷബിൾ നേച്ചറുള്ള ഗുഡ്സ് ആണെങ്കിൽ റീസെൽ ചെയ്യാം. പിന്നെ ഇൻ അതർ കേസസ് ആഫ്റ്റർ നോട്ടീസ് ടു ദി ബയർ കോളിംഗ് അപ്പോൺ ഹിം to pay or tender the price within reasonable time and upon failure of the buyer to do so. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെരിഷബിൾ നേച്ചറുള്ള ഗുഡ്സ് ആണെങ്കിൽ ബയറിനെ അറിയിക്കാതെ തന്നെ വിൽക്കാം, റീസെൽ ചെയ്യാം.
ഇനി രണ്ടാമത് പറയുന്നത് ഇപ്പം ചില സമയത്ത് ബയറിനോട് കാശ് തരാൻ വേണ്ടിയിട്ട് കുറേ നോട്ടീസ് അയച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും ബയർ എന്താക്കിയെന്നാണ് പറയുന്നത്, ഹി ഫെയിൽസ് ടു ഡൂ സോ. അതായത് പൈസ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നോട്ടീസ് അയക്കാതെ തന്നെ പിന്നെ എന്താ കുറേ നോട്ടീസ് അയച്ചിട്ടാണ് കാശ് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എന്നിട്ടും അയാൾ അടയ്ക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, അൺപെയ്ഡ് സെല്ലർ ഹാസ് ദ റൈറ്റ് ടു resale the goods without any notice to the buyer. Last one, where the seller expressly reserves a right of resale in case the buyer makes default. അപ്പോൾ കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ബയർ ഡീഫോൾട്ട് വരുത്താണ് റീസെല് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ബയർ ഹാസ് ദ റൈറ്റ് ഓഫ് റീസെയിൽ. ഓക്കെ, unpaid seller has the right of resale of goods. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ ക്യാൻ റീസെയിൽ ഹിസ് ഗുഡ്സ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഓൺ റീറ്റെയിനിങ് ഹിസ് ഗുഡ്സ് ഓർ ആഫ്റ്റർ എക്സസൈസിങ് ഹിസ് റൈറ്റ് ടു സ്റ്റോപ്പേജ് ഇൻ ഗുഡ്സ് അപ്പോൺ ഇൻസോൾവൻസി ഓഫ് ദി ബയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റൻസ് എന്ന് ക്ലിയർ ആണല്ലോ. വെർ ഗുഡ്സ് ആർ പെരിഷബിൾ, അല്ലെങ്കിൽ വെർ ദ സെല്ലർ ഗിവ്സ് നോട്ടീസ് ടു ദി ബയർ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റീസെൽ and the buyer does not pay the price within a reasonable time after the notice. അതേപോലെ തേർഡ് കേസ്, where the seller has expressly reserved his right of resale in case of default. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ ഒന്ന് പറയുന്നുണ്ട്, ഇഫ് ദ റൈറ്റ് ഓഫ് വിത്ത് പ്രോപ്പർട്ടി, അതായത് വേർ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് നോട്ട് പാസ് ടു ദി ബയർ, unpaid seller has, in addition to the other remedies against buyer personally, a right to withheld property എന്നാണ് പറയുന്നത്. അപ്പം വിത്ത്ഹെൽഡ് ഡെലിവറി കേട്ടോ, ഡെലിവറി വേണമെങ്കിൽ വിത്ത്ഹെൽഡ് ചെയ്യാം. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോണത്, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ബയർ എഗെയിൻസ്റ്റ് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ബയർ പേഴ്സണലി എന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് ഗുഡ്സ് 3 എണ്ണമാണ്. എന്തൊക്കെയാണ്? റൈറ്റ് ഓഫ് ലീൻ വരുന്നുണ്ട്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് റൈറ്റ് ഓഫ് റീസെയിൽ. ഇനി നമ്മൾ നോക്കാൻ പോണത് ബയർക്കെതിരെ പേഴ്സണലി ആയിട്ട് എന്തൊക്കെ ഇതാക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 55 പറയുന്നതാണ്, വെൻ പ്രോപ്പർട്ടി ഹാസ് പാസ് ടു ദി ബയർ, ദ ബയർ റോങ്ഫുള്ളി നിഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു പേ, ദ സെല്ലർ ക്യാൻ സ്യൂ ഹിം ഫോർ പ്രൈസ് എന്നാണ് പറയുന്നത്. അതായത് പ്രോപ്പർട്ടി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ല പൊസഷൻ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ സെല്ലറുടെ കയ്യിൽ ഗുഡ്സ് ഇല്ലല്ലോ, അപ്പോൾ അയാൾക്കത് ആ റൈറ്റ് ഓഫ് ലീൻ ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ എന്തിന് ബയർക്കെതിരെ എന്ത് കേസ് കൊടുക്കാമെന്നാണ് പറയുന്നത്, ഫോർ റിക്കവറി ഓഫ് പ്രൈസ്. അപ്പോൾ സെല്ലർ കനോട്ട് സ്യൂ ഫോർ ദ പ്രൈസ് അൺലെസ് പ്രോപ്പർട്ടി ഹാസ് പാസ്ഡ്. അത് ശ്രദ്ധിച്ചാൽ മതി. പ്രോപ്പർട്ടി പാസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓണർഷിപ്പ് ഇതുവരെ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഇഫ് പ്രൈസ് എഗ്രീഡ്, if the price is agreed to be payable on a certain fixed day irrespective of delivery, the seller may sue for the price if it is not paid on or before that day even though property has not passed എന്നാണ് പറയുന്നത്. ഒരു ഇന്ന ഡേറ്റിൻ്റെ മുന്നേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് പ്രൈസിനുള്ള, ആ ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി പാസ് ചെയ്യണം നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അതായത് ഓണർഷിപ്പ് പാസ് ചെയ്തിട്ടില്ലെങ്കിലും കേസ് കൊടുക്കാനും പറ്റും, ഓർത്തിരിക്കുക. ദെൻ സെക്കൻഡ് റൈറ്റ് ഇസ് സ്യൂട്ട് ഫോർ ഡാമേജസ്. അൺപെയ്ഡ് സെല്ലറിന് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, വെൻ ബയർ റോങ്ഫുള്ളി റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ഓർ നിഗ്ലെക്റ്റ് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്, സെല്ലർ മേ സ്യൂ ഹിം ഫോർ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ്. ദെൻ തേർഡ് റെമഡി, സ്യൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ. ഇഫ് ബയർ റെപ്യൂഡിയേറ്റ്സ് ദ കോൺട്രാക്ട് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഡെലിവറി, റെപ്യൂഡിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലേ, വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഇഫ് ബയർ റെപ്യൂഡിയേറ്റ്സ് ദ കോൺട്രാക്ട് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഡെലിവറി, സെല്ലർ മേ ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് സബ്സിസ്റ്റിംഗ്
and wait till the date of delivery, or may treat the contract as rescinded and sue for damages for breach. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചായിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, സെല്ലർക്ക് ബയർക്കെതിരെ കേസ് കൊടുക്കാം. ആൻഡ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്, അതായത് where there is specific agreement between seller and buyer as to interest on the price of goods, the seller may claim it from the date when payment becomes due. അതായത് കാശ് കൊടുക്കാണ്ട് കുറേ കാലം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നാണോ കാശ് കൊടുക്കേണ്ട ഡേറ്റ് അതിൻ്റെ ശേഷം എത്ര കാലം ഈ എമൗണ്ട് കൊടുക്കാതിരിക്കുന്നുണ്ടോ അത്രയും കാലത്തെ പലിശ വരെ വാങ്ങാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സെല്ലറിന്. അപ്പോൾ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സ്യൂട്ട് ഫോർ പ്രൈസ്, സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ ആൻഡ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഫറൻസും കൂടെ പറയുന്നുണ്ട്. ആ റൈറ്റ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ഓഫ് ലീൻ ആൻഡ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും കൂടെ പറഞ്ഞ് നിർത്താം. അപ്പോൾ ദ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അറൈസസ് when buyer is solvent and insolvent ആട്ടോ. ബയർ ഇസ് ഇൻസോൾവെൻറ്റ് ആൻഡ് അനേബിൾ ടു പേ. അപ്പോൾ ബയർ ഇൻസോൾവെൻ്റ് ആയിട്ടുണ്ടെങ്കിലാണ്, അതായത് ഇനി അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായാലാണ് സെല്ലർ എന്ത് ചെയ്യുക, അൺപെയ്ഡ് സെല്ലർ ഗുഡ്സ് ഓൺ ദ വേ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താളാണ്. ബട്ട് റൈറ്റ് ഓഫ് ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഈവൻ വൺ ദ ബയർ ഇസ് ഏബിൾ ടു പേ ബട്ട് ഡു നോട്ട് പേ. പക്ഷേ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്, ബയർക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ ഹീ റെഫ്യൂസസ് ടു പേ. അങ്ങനെയാവുന്ന സമയത്താണ് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് ഡിഫറൻസ്, ദ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് കംസ് ഇൻ ടു ഓപ്പറേഷൻ ഓൺലി ആഫ്റ്റർ ദ സെല്ലർ ഹാസ് പാർട്ടഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഈ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നതെന്നാണ് പറയുന്നത്, സെല്ലർ ഹാസ് പാർട്ടഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പൊസഷൻ സെല്ലറെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. ബട്ട് ദ സെല്ലേഴ്സ് ലീൻ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് സോ ലോങ് ആസ് ദ സെല്ലർ ഹാസ് ഗോട്ട് പൊസഷൻ ഓഫ് ഗുഡ്സ്. റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഗുഡ്സിൻ്റെ പൊസഷൻ സെല്ലറുടെ കയ്യിൽ വേണം. ഓക്കെ. ദെൻ തേർഡ് ഡിഫറൻസ്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് കമൻസസ് when goods have left the possession of the seller and continues until buyer has acquired possession thereof. Goods in transit, അത് ആ റൈറ്റ് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലറെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയിട്ടും ഉണ്ടാവും, പക്ഷെ ബയറുടെ അടുത്ത് ഇതുവരെ എത്തിയിട്ടും ഉണ്ടാവില്ല. അങ്ങനെയാവുന്ന സമയത്തേ ഉള്ളൂ ഈ ദ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ റൈറ്റ് കമൻസ് ചെയ്യുന്നത്. ആ സമയം അതുവരെയുള്ളൂ നിലനിൽക്കുന്നുള്ളൂ ആ റൈറ്റ്. ബട്ട് ദ റൈറ്റ് ഓഫ് ലീൻ കംസ് ടു എൻ എൻഡ് ആസ് സൂൺ ആസ് ദ ഗുഡ്സ് go out of the possession of the seller. ഓക്കെ. കയ്യിൽ നിന്ന് വിട്ടുപോയോ റൈറ്റ് ഓഫ് ലീനും അതോടുകൂടി പോയി. ഫോർത്ത് റൈറ്റ്, ദ റൈറ്റ് ഓഫ് ലീൻ ഇസ് എ റൈറ്റ് ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ്. നേരെ മറിച്ച് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ റൈറ്റ് ടു റീഗെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഓക്കെ. റീഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പൊസഷൻ കൈവിട്ട് പോയിട്ടുണ്ട്, അത് റീഗെയിൻ ചെയ്യലാണ് അവിടെ. The last difference, possession is the test of right of lien. Test of stoppage എന്ന് പറയുന്നത് എന്താ, it is non delivery of goods to the buyer.